ദീ കൂടെ സ്റ്റെപ്പുമ്പോ കൂടിയാണ്ട് കേറി പോവാൻ പറ്റൂലേ? ഇവിടെ പ്രവേശനം ഇല്ലല്ലേ? എവിടുന്നെങ്കിലും ഒന്ന് തേക്കിയാ മതി. ഇജ് വിട്ടളച്ചാണ്ട് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. ആ രണ്ടുണ്ട്, ഷാവിന്റെ എണ്ണങ്ങളുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ തന്നെ ഇങ്ങോട്ട് നോക്കി എന്തൊക്കെയാടാ ഇജ്ജ് പറയുന്നു? ആ ചേച്ചി അല്ലേ? ഞാൻ പറയട്ടെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇത് ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായ ഭൂകമ്പത്തിൽ രൂപപ്പെട്ട 2 ഗുഹകളാണ്. ഒന്ന് താഴെ, ഒന്ന് മുകളിൽ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ താഴെ? അത് ഒന്നാമത്തെ ഗുഹയും ഇത് രണ്ടാമത്തെ ഗുഹയും. ഈ ഗുഹയിൽ ഇടയിലെ ഈ കല്ലുകൾ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് എടക്കൽ എന്ന് പേര് വന്നത്. ഇടയിലെ കല്ല് എടക്കൽ. ഈ ഗുഹയിൽ എടക്കൽ കയറുന്നു. ഈ പ്രദേശത്തെ എടക്കൽ എന്ന് വിളിക്കാൻ കാരണം ഇടയിൽ ഈ കല്ലുകൾ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. 1894 സർ ഫെഡറിക് കോസേറ്റ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് മലബാർ പോലീസ് സൂപ്രണ്ട്, അദ്ദേഹം ഇവിടെ വേട്ടയ്ക്ക് വരികയും അദ്ദേഹം ഈ ഗുഹ കാണാൻ ഇടയാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഈ ഗുഹയെ കുറിച്ച് പഠിക്കുകയും ഗുഹയെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി. ഇന്ത്യൻ ആന്റിക്വിറ്റി എന്ന് പറഞ്ഞൊരു ബുക്കിൽ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി. അങ്ങനെയാണ് ഇന്ത്യൻസ് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു ഗുഹയുണ്ടെന്നും ഗുഹയിൽ വാല്യബിൾ ആയിട്ടുള്ള ശിലാലിഖിതങ്ങളുണ്ടെന്നും. അതിനുശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേയും സ്റ്റഡിയും ചെയ്തതിന് ശേഷം ഈ ഗുഹയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുകയാണ്. അങ്ങനെയാണ് മനസ്സിലായത് ഈ ഭാഗത്തുള്ളത് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ താമസിച്ചു എഴുതിയതും തൊട്ടപ്പുറ സൈഡിലുള്ളത് 2300 വർഷം മുമ്പുള്ള ആളുകൾ താമസിച്ചു എഴുതിയതും നിങ്ങളുടെ ബാക്ക് സൈഡിൽ 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ താമസിച്ചു എഴുതിയതുമായ ശിലാലിഖിതങ്ങളാണ്. അന്നത്തെ ആളുകൾക്ക് സംസാരിക്കാൻ ഭാഷകളുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചിഹ്നങ്ങളും ചിത്രങ്ങളും ഉപയോഗിച്ചിട്ടാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിലാണ്. അമ്പൂത്തിമല എന്ന് പറഞ്ഞൊരു മലയുടെ താഴ്വാരത്താണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 500 സ്ക്വയർ ഫീറ്റ് കാവിങ്സ് ഉണ്ട്. പക്ഷെ അതിൽ 20% മാത്രമേ ഡീകോഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഡാമേജ് ആയിപ്പോയി, കുറച്ച് ഡീകോഡ് ചെയ്യാൻ പറ്റാണ്ടായിരുന്നു. മെയിൻ 20% ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളെ മൊബൈലിലെ ക്യാമറ ത്രൂ കാണുകയാണെങ്കിൽ നിങ്ങളെ നഗ്ന നേത്രങ്ങളെക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിലെ ക്യാമറ ത്രൂ കാണാൻ കഴിയും. സോ ക്യാൻ യു പ്ലീസ് ഓപ്പൺ യുവർ മൊബൈൽ ക്യാമറ പ്ലീസ് കം ദിസ്. കുറച്ച് ഒന്ന് മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത് അതിലേക്ക് നോക്കി കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഇനി എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിച്ചോളൂ. ഈ ഭാഗത്തേക്ക് ഇവിടെ നോക്കൂ. ഇവിടെ ഒരു ഗോത്ര തലവനെ കാണാൻ പറ്റും. മുമ്പൽ പിന്നീടായിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒരു ഓർണമെന്റ്സ് നെക്ലൈസ് ഒക്കെ ധരിച്ച് ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഗോത്ര തലവനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? മൊബൈലിൽ കൂടെ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സെയിം പിക്ചർ ആണ്. അതിന്റെ ബാക്ക് സൈഡ് അടിയിൽ കാണുന്നത് ഒരു തൂവൽ കിരീടമുണ്ട്. കൈകൾ ഉയർത്തിപ്പിടിച്ച് ബാക്കിൽ ഒരു ഷീൽഡ് ഇട്ടിട്ട് സ്റ്റാൻഡിങ് ലൈക്ക് ദിസ് പൊസിഷൻ. കാണുന്നുണ്ടോ? കണ്ടോ അല്ലേ? ഓക്കെ. റൈറ്റിൽ മുകളിലേക്ക് പോവാണെങ്കിൽ ഇവിടെ ഒരു ആനയെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഓക്കെ. കുറച്ച് ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു മുഖം കാണാൻ പറ്റും. കാണുന്നുണ്ടോ? അതിന്റെ തൊട്ട് താഴെ ഒരു മുഖം കൂടി കാണാൻ പറ്റും. ഒരു ത്രികോണാകൃതി. കാണുന്നുണ്ടോ? ഓക്കെ. ഇത് മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു അമ്മയും കുട്ടിയെയും കാണാൻ പറ്റും. വലുത് അമ്മ, ചെറുത് കുട്ടി, കൈകൾ ചേർത്ത് പിടിച്ചിട്ടുള്ള അമ്മയും കുട്ടിയും. കാണുന്നുണ്ടോ? ഓക്കെ. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഇടത്ത് പാളിയിൽ മോൾ ഭാഗത്തേക്ക് പോയാൽ മതി. അവിടെ ഒരു കഴുത്ത് നീളം കൂടിയാണ്. കാവിഡ് തെക്ക് അതൊരു മയിലാണ്. മയിലെ കാണുന്നുണ്ടോ?
അതിന് തൊട്ട് താഴെ കാണുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്നില്ലേ, അന്നത്തെ ആളുകൾ സൂര്യനെ ദൈവമായിട്ട് ആരാധിച്ചതിന്റെ പ്രതീകമാണ് സൂര്യനെ വരച്ച് കാണുന്ന റൗണ്ടിൽ കാണുന്നുണ്ടോ? ഒരു ചെറിയ സൈഡും കൊണ്ട് മുന്നോട്ടേക്കാണെങ്കിൽ വരുന്ന ആൾക്കാർക്ക് താഴേക്ക് ഇറങ്ങി വരാം, അവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നു പ്ലീസ്. ഇനി എൻ്റെ വലതുവശത്ത് ലാസ്റ്റ് കോർണറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പായിട്ട് രണ്ട് സൈഡിലും ടയറായിട്ട് മുകളിലൊരു ടയർ മാതിരി കാണുന്നത് കാളവണ്ടിയാണ്, ബുള്ളക്കാട്ട് എന്ന് പറയും. കാളവണ്ടി എന്ന് വെച്ചാൽ കാളവണ്ടി കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടയർ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആണ്. പക്ഷെ ഇത് 6000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതിനർത്ഥം അത് തെളിയിക്കുന്നത് 6000 വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ ആളുകൾ താമസിച്ചു എന്നുള്ള തെളിവാണ് ആ കാളവണ്ടി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ജനറേഷൻ ബൈ ജനറേഷൻ പീപ്പിൾ വെർ ലിവിങ് ഹിയർ. കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടാവില്ലേ അവർ? ശ്രദ്ധിച്ചാല് നോക്കുമ്പോ പറ, ഞാൻ പറയാം. നമ്മള് കാണുന്നില്ല ഐസിനെ പച്ചി മേലക്കന്നെ പോവാ. ആടെ നോക്കേ കുഞ്ഞാ ആണാണ് മേടിച്ചു പോരെ പോരെ. ചോക്ലേറ്റ് വേണ്ട, ചോക്ലേറ്റ് വേണ്ട, ചോക്ലേറ്റ് വന്നു കയറി നമുക്ക് സാധനം കിട്ടാൻ സാധനങ്ങൾ വലിയ ഫുള്ള് വലിയ ആഷോട്ടെ വലത്തോട്ട് പോട്ടെ, വലത്തോട്ട് ഇങ്ങോട്ട് വരും, അത് അങ്ങോട്ട് ഗണ്ണ് ഷോട്ട് എത്ര? 10 രൂപ. മൂന്നെണ്ണുണ്ട്, കൊഞ്ചറേറ്റ് ആഷോട്ടെ. ഓക്കെ ഫുൾ ജോറലി ഇല്ലേ കുഞ്ചറലി ഫുൾ ജോറലി ആഷുടെ. ഓക്കെ സൂപ്പർ. ആഷുടെ കൊണ്ടി കുത്തിച്ചാ आर्चरी देखो आर्चरी 10 रुपया 3 छोटे കഴിക്കുന്ന ബൈക്ക് പോകുന്നു.
ഇവിടെ ഉണ്ട് കോട്ടക്കൊന്നും ഉണ്ടാക്കി അവിടെ ഉണ്ടെന്നു ഊഞ്ഞാലൊക്കെ ആണ്ട് പോവാം. ഇങ്ങോട്ട് വാടാ. അയച്ചോ പപ്പിക്കുട്ടി. നല്ലൊരു പപ്പിക്കുട്ടീനെ. അതിന്റെ അമ്മ കൊടുക്ക പോയി. എന്താ കാട്ടണ അതൊക്കെ പുല്ല്. ഐശീൻ അവിടെ കാറടാ. സുമയാനത് കാണുമ്പോ നല്ല രസമല്ലേ. ഡിസ്പ്ലേ മൊത്തം പോയിക്കോടോ. ഒരു ഊഞ്ഞാലിതാ. നിങ്ങൾക്ക് ആ ചെറുതും ഇരുന്നൂടെ ഇനാ. പൊന്നാരൈസിനെ എവിടത്തൊക്കെ കഴിഞ്ഞ് പോയിട്ട് വേണം നിങ്ങൾക്ക് അവിടെ ആ പാർക്ക് കളിക്കാന്. അതുകൊണ്ടോ കാറ്റാട്ടോ. ഈ സിഹാബു വരി. ഹൈസോ വാ. ഹൈക്കീമിയോ ന്നോ വിശക്കുന്നൂന്ന്. ഇവിടുന്നാണ്ട് പോയ നമ്മള് വിശക്കുമ്പോ ചോറാൻ തിന്നു ട്ടാ. എടാ ചെക്ക അങ്ങോട്ട് വാ. ബസ് അതൊന്നു പോയി. ചെരുപ്പ് കനയിച്ച് കൊണ്ടുപോകാം. ഈ വെയിലത്ത് എന്താടി വരി കോട്ടണ്.